വന്യമൃഗങ്ങളെ ഓടിക്കാൻ പറ്റുമോ അത്? അത് വന്നു കഴിഞ്ഞാൽ ഇത് സൗണ്ട് ഉണ്ടാക്കുക എന്താ ചെയ്യണേ? അതായത് ഇതെന്ന് പറയുമ്പോൾ ഒരു ഇലക്ട്രിക് ഫെൻസാണ്. ഇലക്ട്രിക് ഫെൻസ് വന്നിട്ട് ഒരു വന്യമൃഗം തൊട്ടിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഷോക്ക് അടിച്ച് അത് തിരിച്ചു പോകാനായിട്ട് വരും. പക്ഷേ ഇതെന്ന് പറയുമ്പോൾ ഒരു അഡ്വാൻസ്ഡ് കൂടെയാണ്. കാരണം സാധാരണ ഇലക്ട്രിക് ഫെൻസ് കണ്ടിന്യൂസ് ആയിട്ടാണ് പാസ് ചെയ്യുന്നത്. ഇതിനകത്ത് അബ്നോർമൽ ആയിട്ടുള്ള പ്രശ്നം വന്നാൽ മാത്രമേ അതിനകത്ത് കറണ്ട് പാസ് ചെയ്യുള്ളൂ. അതായത് ഒരു മനുഷ്യൻ വന്ന് അറിയേണ്ട തോന്നുമ്പോഴും ഉണ്ടാകുന്ന പ്രഷറും അതേപോലെ തന്നെ ഒരു വന്യമൃഗം വന്നിട്ട് ഇത് തകർക്കണം ഉള്ള മീൻസ് ഇൻറ്റൻഷനിൽ കൊടുക്കുന്ന പ്രഷറും വ്യത്യാസമുണ്ട്. അപ്പോൾ ആ പ്രഷർ ഡിറ്റക്ട് ചെയ്തിട്ടായിരിക്കും അതിനകത്തോട്ട് കറണ്ട് പാസ് ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ പാസ് അല്ല എന്നാൽ മാത്രമേ കറണ്ട് പാസ് ചെയ്യും, അല്ലെങ്കിൽ കറണ്ട് പാസ് ചെയ്യും. അങ്ങനെ ഒന്ന് ഷോക്ക് അടിച്ചതിന് സാധാരണ തിരിച്ചു പോകാനാണ് പതിവ്. എന്നാൽ അങ്ങനെ അല്ലാത്ത സാഹചര്യങ്ങളിൽ നമ്മൾ ലേസർ ബൗണ്ടറി വെച്ചിട്ടുണ്ടാവും. ആ ലേസർ ബൗണ്ടറി ക്രോസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സിസ്റ്റം ആക്ടിവേറ്റ് ആയിട്ട് ഈ സിസ്റ്റത്തിനകത്തുള്ള ക്യാമറ ഓണായിട്ട് അതിൻ്റെ ഫോട്ടോയും വീഡിയോ എടുത്താൽ വന്യമൃഗമാണോ അല്ലോ എന്ന് ചെക്ക് ചെയ്യും. വന്യമൃഗമാണെങ്കിൽ ആ എടുത്തിരിക്കുന്ന ഫോട്ടോയും വീഡിയോയും കോൾ റെസ്പോൺസ് ആയിട്ടുള്ള രീതിയിൽ ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെ പോലത്തെ അതോറിറ്റീസിനെ അറിയിക്കും. അതിനുശേഷം ഈ വന്നിരിക്കുന്ന ആനിമൽസിനെ ഓടിക്കാനായിട്ട് പ്രത്യേക അതിന് ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഫ്രീക്വൻസി ഏൽപ്പിച്ച് അതിന് കൊടുക്കും. കൂടാതെ ഇപ്പോൾ ഗ്രാമങ്ങളിൽ ഞാൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ആൾക്കാരെ അറിയിക്കാനായിട്ട് അനൗൺസ്മെൻറ്റ് നിങ്ങൾ ഏതാ സ്കൂള്? നമ്മൾ കണ്ണൂർ ജില്ല കേളകം. കേളകം. സ്കൂളിൻ്റെ പേര്? സെൻറ് തോമസ് ഹയർ സെക്കൻഡറി.